2000-ൽ അവരാരംഭിച്ച് പിന്നെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ചേകനൂർ മൗലവി ചെയ്ത കാര്യങ്ങൾ സലാം സുല്ലമി ഏറ്റെടുത്ത് വരുന്ന മർക്കസ് ദഅവ പ്രചരിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. അതാണ് നമ്മൾ അവരെപ്പറ്റി ഹദീസുകൾ നിഷേധിക്കുന്നവരാണ്, പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളെ പരിഹസിക്കുന്നവരാണ്, പുച്ഛിക്കുന്നവരാണ് എന്നൊക്കെ നമ്മൾ കൃത്യമായി പറയുന്നു, തെളിവ് കാണിച്ചു കൊടുക്കുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആ തെളിവുകൾക്ക് മുമ്പിൽ പലപ്പോഴും അവർ പത്തി മടക്കിയിട്ടുണ്ട്. തീർച്ചയായും. അപ്പോൾ പരപ്പനങ്ങാടി ഗണന നടക്കുമ്പോഴാണ് അന്നത്തെ അവരുടെ പ്രസിഡൻ്റായിരുന്ന അദ്ദേഹം ഷബാബിൽ ഒരു ലേഖനം എഴുതി എത്രയോ ഹദീസുകളെ അതിൽ നിഷേധിച്ചു, പരസ്യമായി നമ്മൾ പിടികൂടി തിരുത്തു വന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായി. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്, ആരോപണമല്ല. യഥാർത്ഥത്തിൽ ഈ ആരോപണത്തെ ഈ വസ്തുതയെ ഒരാരോപണമാക്കി അവതരിപ്പിച്ച് വിലപിക്കുകയാണ് ഇവിടെ മദനി. ഞാൻ അതിൻ്റെ തുടക്ക വരികളൊന്ന് വായിക്കാം. ഇസ്ലാമിക പ്രബോധന രംഗത്ത് ചിലർ മറ്റു ചിലരെ ഹദീസ് നിഷേധി എന്നും ചേകനൂരി എന്നും മുഅ്തസിലി എന്നും ഖവാരിജി എന്നും മറ്റും ആരോപിച്ചു കൊണ്ടിരിക്കുന്നതായി കേൾക്കുന്നു. ഞങ്ങൾ ഇതൊന്നുമല്ല യഥാർത്ഥ ഇസ്ലാമിക പ്രമാണങ്ങൾ അവലംബിക്കുന്നവരാണെന്നും നിങ്ങൾ പറയുന്ന വിഭാഗങ്ങളോടെല്ലാം തെളിവ് നിരത്തി നേരിടുന്ന സത്യത്തിൻ്റെ ആളുകളാണെന്നും അറിയിച്ചിട്ടും ആരോപകർ പിന്മാറുന്നില്ലെന്ന് മാത്രമല്ല ധിക്കാരപരമായ സമീപനം സ്വീകരിക്കുന്നു. ആകയാൽ ദഅവത്ത് സംരംഭങ്ങളെ താഴ്ത്തിക്കെട്ടാൻ അതെല്ലാം വഴിയൊരുക്കിയിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് ഹദീസ് നിഷേധമെന്നും ആരാണ് വഴിതെറ്റിയവരെന്നും ആർക്കൊക്കെയാണ് ഭ്രംശം സംഭവിച്ചിട്ടുള്ളതെന്നും ആലോചിക്കേണ്ടതുണ്ട്. ഇതാണ് ഇതിൻ്റെ ആദ്യ വരികൾ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവരുടെ താവളത്തിൽ, ഇവരുടെ കേന്ദ്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം, ആ കാര്യത്തെ കേവല ആരോപണമാക്കി ഇയാൾ വിലപിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ ഓരോ വരികളും നമ്മളിങ്ങനെ വായിച്ചു വന്നാൽ ഈ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുക എന്നൊരു ചൊല്ലുണ്ടല്ലോ, അത് ശരിക്കും യാഥാർത്ഥ്യമാകാണ് ഇവിടെ. കാരണം ഈ ലേഖനം എഴുതിയ ആൾ തന്നെ എന്തു ചെയ്യാണ്, ഈ ലേഖനത്തിലൂടെ തന്നെ ഹദീസ് നിഷേധത്തിൻ്റെ വ്യത്യസ്ത മുഖങ്ങൾ കാണിച്ചിരിക്കുകയാണ്. അഥവാ മുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഉള്ള മുഖങ്ങൾ അത് മർക്കസ് ദഅവയിലൂടെ തന്നെ എന്ത് ചെയ്യാണ്, കാണിച്ചു തരികയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ഹദീസുകളുടെ ക്രോഡീകരണത്തെ പറ്റിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടുന്ന് സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണല്ലോ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ, ഖുർആൻ്റെ വിശദീകരണം ആയിട്ട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണല്ലോ. അപ്പോൾ സ്വഹാബത്ത് അത് കേട്ട് കൃത്യമായി മനഃപ്പാഠമാക്കി അതവർ പല ഏടുകളിൽ എഴുതി വെച്ച് അവരുടെ തൊട്ട് താഴെയുള്ളവർക്ക് കൈമാറി, അവരിലൂടെ താബീങ്ങൾക്ക് കൈമാറി, അങ്ങനെ പോകുന്ന ഒരു സംഗതിയാണ്. പക്ഷേ അതിനെ പുച്ഛിക്കുന്ന രീതിയിലാണ് ഈ ലേഖനത്തിൽ. എങ്ങനെയെന്നറിയോ, ഈ ഹദീസ് ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹദീസിൻ്റെ അധ്യാപനങ്ങളുമായി ബന്ധപ്പെട്ട് അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട പ്രാഥമിക പാഠങ്ങൾ പോലും ഇവരെ പോലുള്ള ആളുകൾക്ക് ഇല്ല എന്നിത് വായിച്ചാൽ മനസ്സിലാവും. എന്താ വരികൾ അറിയോ, വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 24-ാമത്തെ പേജാണ്. 1400 വർഷം മുമ്പ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും ചെയ്തതും പഠിപ്പിച്ചതുമായ അറിവുകളെയാണ് നാം വിലയിരുത്തുന്നത്. അഥവാ ഇതെല്ലാം റിവായത്തിലൂടെയാണ് റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നത്. 1920-കളിലും 1940-കളിലും സംഭവിച്ചതായി നാം മനസ്സിലാക്കുന്ന പല ചരിത്ര സംഭവങ്ങൾ പോലും എത്രമാത്രം വികലമായ രൂപത്തിലാണ് ലഭിച്ചിട്ടുള്ളത് എന്നിരിക്കെ 1400-1500 വർഷം പഴക്കമുള്ള ചരിത്രങ്ങൾ കൈമാറുന്ന ഘട്ടത്തിൽ എന്തെല്ലാം സംഭവിക്കാനിടയുണ്ട്. അഥവാ ഇസ്ലാമിൻ്റെ സംരക്ഷിക്കപ്പെട്ട ഒരു കാലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് കാലം എന്നത് അതിൽ ആർക്കും ഒന്നും ചേർക്കാൻ പറ്റാത്ത കാലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടപ്രകാരം പോലും ഒന്നും അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ചേർക്കാം. അതാണ് ശറഅ എന്ന് പറഞ്ഞാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ മാതൃകാ ജീവിതം, ആ ജീവിതത്തിലൂടെ നമുക്ക് ലഭിച്ച ഓരോ കാര്യങ്ങളും ദീനാണ്, ഒരു സംശയവുമില്ല. പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിന് സമാനമാക്കിയിട്ടാണ് എന്താക്കിയത്. 920-കളിലും 40-കളിലും ഈ കേരളത്തിലുണ്ടായ പല ചരിത്രങ്ങളും അത് പല നിലക്കല്ലേ നമുക്ക് കിട്ടിയത്, പല മാറ്റങ്ങൾക്കും വിധേയമാക്കപ്പെട്ടിട്ടില്ലേ എന്ന പാത്രത്തിലിട്ടിട്ടാണ് അള്ളാഹു സംരക്ഷണം കൊടുത്ത ഒരു കാലഘട്ടത്തെ എന്താക്കണത്, ഇവരവതരിപ്പിക്കണം. അപ്പോൾ ഇവരുടെ മനോഭാവം എന്താ, എന്തിനാണ് ഇങ്ങനെ ഒരു ദുർബലമായ ഉപമ കൊണ്ടുവന്നത്? ഹദീസ് ക്രോഡീകരണ ചരിത്രത്തിൽ വെള്ളം ചേർക്കാനും അതിനെ പുച്ഛിക്കാനുമാണ്.